ഈ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം എത്രയോ കുടുംബങ്ങളെ വിടിവിച്ചിരിക്കുന്നു. ഈ ദൈവത്തിന്റെ വചനം എത്രയോ ഒരു കോടാനുകോടി ജനങ്ങളെ രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു. ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു പുസ്തകമോ, ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു മാസികയോ, ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു മാഗസിനോ നിങ്ങൾ ഒരു തവണ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയി തോന്നും. രണ്ടാമത്തെ തവണ വായിക്കുമ്പോൾ ഇൻട്രസ്റ്റ് കുറഞ്ഞു തുടങ്ങും. മൂന്നാമത്തെ തവണ നിങ്ങൾ വായിച്ചില്ലെന്നിരിക്കും. നാലാമതും അഞ്ചാമതും വായിക്കുവാൻ നിങ്ങൾ ഒരിക്കലും താല്പര്യപ്പെടുകയില്ല. പക്ഷെ എത്ര വായിച്ചാലും, എത്ര പ്രസംഗിച്ചാലും, എത്ര പ്രചരിപ്പിച്ചാലും തീരാത്ത കലവറയുണ്ടെങ്കിൽ, ഒഴുകുന്ന ഒഴുക്കുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വചനമാണ്. ഇതൊരു സാഗരമല്ല, അതിനേക്കാൾ അപ്പുറമാണ്. പ്രിയരെ, ഈ ദൈവത്തിന്റെ വചനം എത്രയോ കുടുംബങ്ങളെ വിടുവിച്ചു, എത്രയോ പാപികളെ രക്ഷിച്ചു, എത്രയോ രോഗികളെ സൗഖ്യമാക്കി, എത്രയോ ശാപഗ്രസ്തരെ അനുഗ്രഹത്തിലേക്ക് നയിച്ചു. ഇന്നും ഈ പുസ്തകത്തെ എടുത്തുയർത്തി പറയാൻ കഴിയുമോ? ഈ പുസ്തകത്തെ ഉയർത്തിയവരെ ദൈവം ഉയർത്തിയിട്ടുണ്ട്. ഈ പുസ്തകത്തെ ചുമന്നവരെ ദൈവം ചുമന്നിട്ടുണ്ട്. ഈ പുസ്തകത്തെ മാനിച്ചവരെ ദൈവം മാനിച്ചിട്ടുണ്ട്.